ഇനിയൊരു കല്ലടയും വാഴരുത്. സ്വകാര്യ ബസ്സുകൾക്ക് കടിഞ്ഞാനിടാൻ സർക്കാരിന്റെ പച്ചക്കൊടി. സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ്. സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കാൻ എല്ലാ RTO ഓഫീസുകൾക്കും ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തലവനായി 3 അംഗ സ്ക്വാഡാണ് രൂപീകരിക്കുക. മിന്നൽ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തുകയാണ് സ്ക്വാഡുകളുടെ ചുമതല. ജോയിന്റ് RDOയ്ക്കാണ് സ്ക്വാഡുകളുടെ മേൽനോട്ട ചുമതല. എല്ലാ ബസ്സുകളുടെയും മുൻ കേസുകൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. യാത്രക്കാരുടെ ലഗേജ് അല്ലാതെ മറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബാംഗ്ലൂരിലേക്കുള്ള സുരേഷ് കല്ലട ബസ്സിലെ യാത്രികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പിന്റെ നടപടി. മർദ്ദനമേറ്റ യുവാക്കൾ ചികിത്സയിലാണ്. ഇവരെ DGP ഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ വിശദമായി എഴുതിത്തരുവാൻ ആവശ്യപ്പെട്ട DGP കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബസ്സിൽ വച്ച് യാത്രക്കാർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ സമൂഹത്തിൽ നിന്ന് വ്യാപക പ്രതിഷേധം ഉയരുന്നതിന്റെ ഫലമായി കല്ലട ട്രാവൽസിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. കല്ലട ട്രാവൽസിനെതിരെ നിരവധി പേർ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ബസ് ജീവനക്കാർ ഗുണ്ടകളെപ്പോലെ തങ്ങളെ ആക്രമിച്ചതും ഭീഷണിപ്പെടുത്തിയതുമായ വിവരങ്ങൾ സ്ത്രീകളും വൃദ്ധരുമടക്കം പങ്കുവയ്ക്കുകയും ചെയ്തതിന്റെ പിന്നാലെയായിരുന്നു സർക്കാരിന്റെ നടപടി. എന്നാൽ ഈ പരാതികളെല്ലാം ഒരു ഹിന്ദുവിന്റെ ബിസിനസ് സ്ഥാപനത്തെ തകർക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നതാണെന്ന വർഗീയ പ്രചാരണമാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത്. കല്ലട ബസിന്റെ പെർമിറ്റുകൾ റദ്ദു ചെയ്തതായും യാത്രക്കാരെ മർദ്ദിച്ച ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതായും ഉടമ സുരേഷ് കല്ലടയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ സർക്കാർ തുടരുന്ന ഹൈന്ദവ വിദ്വേഷത്തിന്റെ ഭാഗമെന്നാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഉയർത്തുന്ന ആരോപണങ്ങൾ. മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കേസിൽ അതിക്രമണം നടത്തിയ ബസ് ജീവനക്കാരെയും മാനേജരെയും അറസ്റ്റ് ചെയ്യുകയും ബസ് കസ്റ്റഡിയിലെടുക്കുകയും പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ സുരേഷ് കല്ലട ബസ് ജീവനക്കാരായ മൊത്തം 7 പേരാണ് അറസ്റ്റിലായത്. കൊല്ലം മൺട്രോത്തുരത്ത് സ്വദേശി ഗിരിലാൽ, തമിഴ്നാട് തിരുച്ചിറപ്പള്ളി നാച്ചിയാർപാളയം സ്വദേശി കുമാർ, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി വിഷ്ണു എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. തൃശൂർ കൊടകര മണപ്പള്ളി ജിതിൻ, തിരുവനന്തപുരം പള്ളിക്കൽ മടവൂർ ജയേഷ് ഭവനിൽ ജയേഷ്, കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ്, പുതുച്ചേരി കാരക്കൽ സ്വദേശി അൻവറുദ്ദീൻ എന്നിവരെയാണ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇവർക്കെതിരെ വധശ്രമവും പിടിച്ചുപറിയും അടക്കമുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ജീവനക്കാരെ പിടികൂടിയത്. കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാളെ ആക്രമണത്തിൽ പങ്കില്ലെന്ന് കണ്ട് വിട്ടയച്ചു. ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ട ബസ്സിലെ യാത്രക്കാരായ അജേഷ്, സച്ചിൻ, അഷ്കർ എന്നിവർക്കാണ് വൈറ്റിലയിൽ ഞായറാഴ്ച പുലർച്ചെ ക്രൂര മർദ്ദനമേറ്റത്. അർദ്ധരാത്രി ഹരിപ്പാടിനു സമീപം കരുവറ്റയിൽ ബസ് തകരാറിലായി. 3 മണിക്കൂറോളം പെരുവഴിയിലായിട്ടും പകരം സംവിധാനം ഏർപ്പെടുത്താത്തത് ചോദ്യം ചെയ്തതാണ് കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.